ന്യൂദില ചപ്പൽസ് എന്ന ടാസ്ക് അത് രണ്ടാം ദിവസം അവസാനിച്ചപ്പോഴേക്കും ഏകദേശം 100 പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാളെ ഒരു ദിവസമുണ്ട്. നാളത്തെ ആ ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ടാസ്ക് ഭംഗിയായിട്ട് നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂറയുടെ നോമിനേഷൻ പവറും സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ കയ്യിലിരിക്കും. ഇല്ല, ഈ ടാസ്ക് നാളെയും കൂടെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലഭിച്ച പവറുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് മുൻപിൽ നിൽക്കുന്നത്. എന്തായാലും ഇന്നലെ നൂറ വിജയിച്ചു, പക്ഷേ ഇന്ന് പരാജയപ്പെട്ടു. ഇന്ന് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലത്തെ വിജയത്തോടുള്ള ബന്ധത്തിൽ താൻ കാണിച്ച ഏറ്റവും വലിയ മഠയത്തരമായിരുന്നു. അക്ബർ തൊഴിലാളി യൂണിയൻ നേതാവാണ്. അയാളെ പിണക്കിക്കൊണ്ട് ഒരു കമ്പനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. കമ്പനിയുടെ മുതലാളി വലിയ എമൗണ്ട് ഒക്കെ മുടക്കിയാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. കാര്യമെല്ലാം ശരിയാണ്. പക്ഷെ തൊഴിലാളികളില്ല എങ്കിൽ, തൊഴിലാളികൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചാൽ, അവർ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചാൽ എങ്ങനെ കമ്പനി മുൻപോട്ട് പോകും? അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നൂറയ്ക്കില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. നൂറ തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മണ്ടിയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു. എനിക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് തെളിയിക്കപ്പെടുന്നത്. കഴിഞ്ഞ വീക്കിലി ടാസ്ക് നടന്നപ്പോൾ നൂറ ആ ടാസ്ക് പിടിച്ചെടുത്തു. അവസാന സമയത്ത് തനിക്ക് ലഭിച്ച 3 പവറുകൾ, ആ പവറിൽ 1 ബിന്നിക്ക് കൊടുത്തു, സൂപ്പർ ഫാമിലി പവർ. ബാക്കി 2 പവറുകളുണ്ട്. ഒന്ന് അഭിലാഷിന് അവകാശപ്പെട്ടതാണ്, ഒന്ന് നൂറയ്ക്കെടുക്കാം. എങ്കിൽ പോലും അഭിലാഷിനത് ക്ലെയിം ചെയ്യാനും പിടിച്ചു വാങ്ങാനും പറ്റില്ല. നൂറ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തനിക്ക് തീരുമാനിക്കാൻ കൊടുക്കണോ വേണ്ടയോ എന്ന്. എന്തായാലും നൂറ അഭിലാഷിനത് കൊടുക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് വലിയൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞത് നൂറ ഒരു ബ്രില്യന്റ് ഗെയിമറാണ്, ബ്രില്യന്റ് മൂവ് ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമ്മൾ ആരെയും ജയിപ്പിക്കാൻ വന്നതല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടി വന്നതാണ്. നൂറ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ഇതൊക്കെ അന്നേരം വിളിച്ചു പറഞ്ഞിരുന്നു. സത്യത്തിൽ 2 പവർ തനിക്ക് കിട്ടിയപ്പോൾ അത് രണ്ടും എനിക്ക് വേണം എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ തന്റെ നീക്കങ്ങൾ കാണുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അതൊരു ബ്രില്യന്റ് മൂവ് ഒന്നും ആയിരുന്നില്ല, അതൊരു സ്വാർത്ഥത എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അഭിലാഷിനും നൂറയ്ക്കും കൂടി ഷെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അഭിലാഷിനെ തേച്ചൊട്ടിച്ചേച്ച് നൂറ അങ്ങ് സ്വന്തമാക്കി. അത് അങ്ങേയറ്റം ബുദ്ധിപരമായ നീക്കം എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാസ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നേനെ. എന്നാൽ ഈ ടാസ്ക് ഒട്ടും തന്നെ നൂറയ്ക്ക് മനസ്സിലായില്ല. ഈ ടാസ്കിന്റെ ക്യാപ്ഷൻ തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് തൊഴിലാളികൾക്ക് പണം കുറച്ചേ കൊടുക്കൂ, പക്ഷെ കൃത്യമായി കൊടുക്കും എന്നുള്ളതാണ്. എന്നാൽ ആ ക്യാപ്ഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരുന്നു ഇന്നലെ താൻ മുൻപോട്ട് പോയത്. ടാസ്ക് അവസാനിച്ചപ്പോൾ 2 പേർക്ക് മാത്രമേ താൻ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ പ്രഷർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീണ്ടും 2 പേർക്ക് കൂടി കൊടുത്തു. പിന്നെയും സമ്മർദ്ദമേറി വന്നപ്പോൾ പിന്നെയും 2 ആൾക്കാർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാൻ തയ്യാറായി. ഒടുവിൽ തന്റെ വിശ്വസ്തനായി രാവിലെ മുതൽ വായിട്ടലച്ച് തന്റെ കൂടെ നടന്ന തന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ തന്റെ അസിസ്റ്റന്റ് അങ്ങേർക്ക് ശമ്പളം കൊടുക്കൂല, കട്ടായം പറഞ്ഞു മാറി നിൽക്കുകയാണ്. കൊടുക്കില്ല. ഒടുവിൽ അയാൾ പട്ടിയെ പോലെ യാചിച്ച് പുറകിന് ചുറ്റി തിരിഞ്ഞു നടന്ന് ഒരു ഗോൾഡ് കോയിൻ വാങ്ങിയെടുത്തു. എന്നാൽ അക്ബറിനാവട്ടെ ഒന്നും കൊടുക്കില്ല എന്ന് ശാഠ്യം പിടിച്ചു. അക്ബർ തൊഴിലാളി യൂണിയൻ നേതാവാണ്. അങ്ങേരുടെ കയ്യിലാണ് തൊഴിലാളികൾ മുഴുവൻ ഇരിക്കുന്നത്. അങ്ങേര് കളിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കമ്പനി പൂട്ടും എന്നുള്ള ആ സാമാന്യ ബോധം പോലും ഇല്ലാതെ അക്ബറിനെതിരെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾ കാര്യമായി പണിയെടുത്തില്ല, നിങ്ങൾ പണിയെടുപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പിന്നെ തൊഴിലാളി യൂണിയൻ നേതാവ് എന്താണ് ചെയ്യേണ്ടത്? അയാളാണ് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി, അയാൾ പണിയെടുപ്പിക്കുന്ന ആളാണ്. പക്ഷേ നൂറയ്ക്കത് പറഞ്ഞിട്ട് മനസ്സിലായില്ല. നൂറ അയാൾക്ക് കോയിൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ജോലി ചെയ്തതിന് ശമ്പളം കൊടുത്തില്ല. അതുകൊണ്ട് എന്തു പറ്റി? ഇന്നലത്തെ ആ ചൊരുക്കെല്ലാം കൂടി വെച്ചിട്ട് ഇന്ന് അയാൾ ശക്തമായി ആഞ്ഞടിച്ചു, തൊഴിലാളികളെ ഭിന്നിപ്പിച്ചു, കമ്പനിയുടെ പല പ്രോപ്പർട്ടികളും താൻ പിടിച്ചു വെച്ചു. അങ്ങനെ സുഗമമായി പണിയെടുത്ത് മുമ്പോട്ട് പോകേണ്ട ഒരു ഫാക്ടറി ഒറ്റ ദിവസം കൊണ്ട് താൻ സ്തംഭിപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ 50 ചപ്പൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളിടത്ത് 25 എണ്ണം മാത്രമേ അവർക്ക് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നിട്ടോ 50 എണ്ണവും ചെയ്തുവെന്ന് ശക്തമായി വാദിക്കുകയാണ്. ഇതിനിടയിൽ ബിഗ് ബോസിനോട് മറ്റുള്ളവർ കാണാതെ രഹസ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസെ 50 എണ്ണം ഞങ്ങൾ ചെയ്തു എന്ന് പറയും, ബിഗ് ബോസ് അതിന് എതിര് പറയരുത്, ഇന്നലെ ചെയ്തു വെച്ചതും കൂടി ഉൾപ്പെടെയായിരിക്കും ഞങ്ങൾ കൂട്ടാൻ പോകുന്നത്. ഇതെന്തൊരു നാണം കെട്ട കളിയാണ്. അവരുടെ വീഴ്ചയ്ക്ക് കൂട്ടുനിൽക്കുവാൻ ബിഗ് ബോസിനെ കൂടെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിനെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ബിഗ് ബോസ് അതിന് വഴങ്ങിയില്ല. ബിഗ് ബോസ് പറയുന്നു, ഇന്നലെ ശരിയാക്കി വെച്ച 50 ചെരുപ്പുകൾ എണ്ണി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എണ്ണാൻ പറഞ്ഞപ്പോൾ ഏകദേശം 25 എണ്ണമേ ഉള്ളൂ. ടാസ്ക് പരാജയപ്പെട്ടു. നൂറ കുറച്ചുകൂടി ആലോചിക്കണമായിരുന്നു. അതിനുള്ള സമയം കൃത്യമായിട്ട് നൂറയ്ക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അക്ബറുടെ ഓരോ നീക്കങ്ങളും മുൻപിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റണമായിരുന്നു. അക്ബറിനെ ആദ്യം താൻ പോക്കറ്റിലാക്കുകയും അയാൾക്ക് കോഴ കൊടുക്കാം എന്ന് പറഞ്ഞ് അയാളെ തന്റെ വരുതിയിൽ നിർത്തുകയും ചെയ്യണമായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ സഹായിക്കുവാൻ നിൽക്കുന്ന തന്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ജിഷിനെയും കൂടെ നിർത്തണമായിരുന്നു. അങ്ങനെ അത്യാവശ്യം കൈമണി കൊടുത്ത് ഈ 2 ആൾക്കാരെയും തന്റെ വരുതിയിലാക്കിയിരുന്നെങ്കിൽ ഈ 2 പേരും ചേർന്ന് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്തേനെ.
പ്രത്യേകിച്ച് അക്ബറിന്റെ കീഴിലാണ് തൊഴിലെടുക്കുന്ന മുഴുവൻ ആൾക്കാരും നിൽക്കുന്നത്. അപ്പോൾ അക്ബർ അവരെ മാനേജ് ചെയ്യും. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി പൂർത്തീകരിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവരെ ഏറ്റവും വലിയ ശത്രുവാക്കി അക്ബറിനെ മാറ്റി. ഒരു തൊഴിലാളി യൂണിയൻ നേതാവിനെ വിശ്വാസത്തിലെടുക്കാതെ അയാളെ ഏറ്റവും വലിയ ശത്രുവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ തൊഴിൽ സംരംഭവുമായിട്ടൊരു മുതലാളിക്ക് പോകാൻ പറ്റുന്നത്? ഇന്ന് രാവിലെ മുതൽ അവിടെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഈ ടാസ്ക് പരാജയപ്പെടും എന്ന് ഉറപ്പായപ്പോൾ കോംപ്രമൈസിന് തയ്യാറാവുകയാണ്. നമുക്കൊരു ഒത്തുതീർപ്പിൽ പോകാം. അപ്പോൾ അക്ബർ മുൻപോട്ട് വെച്ച കണ്ടീഷൻ ഇതാണ്: നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് കോയിനും ബ്ലാക്ക് കോയിനും അത് മുഴുവനും ഞങ്ങൾക്ക് തരണം. അങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഞങ്ങൾ പണിയെടുക്കാം, നല്ല രീതിയിൽ ടാസ്ക് പൂർത്തീകരിക്കാം. ഉടനെ നൂറ ചോദിക്കുന്നത്, ഞാൻ ഈ കോയിൻ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങളത് ചെയ്യും എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാം? എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള മറുപടി അക്ബർ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ തൊഴിലാളി യൂണിയൻ നേതാവാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നേരിട്ടാൽ അതിന് ഉത്തരവാദിത്തം ഒരു വ്യക്തി ആയിരിക്കില്ല, യൂണിയൻ ആയിരിക്കും. അതുകൊണ്ട് ആ യൂണിയന്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. ഇത്രയും കേട്ടപ്പോഴേക്കും നൂറ തയ്യാറാവുകയാണ് കോയിൻ കൊടുക്കുവാൻ. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞു, ഇപ്പോൾ കൊടുക്കുവാൻ കഴിയില്ല, ജോലി കഴിഞ്ഞിട്ടേ അത് കൊടുക്കുവാൻ പറ്റുള്ളൂ. എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശമ്പളം കൊടുക്കുന്ന പരിപാടിയുള്ളത്? അതുകൊണ്ട് നിങ്ങൾ ജോലി മര്യാദയ്ക്ക് ചെയ്തു തീർക്ക്. അപ്പോൾ നൂറയോട് അക്ബർ പറയുന്നത്, ഞങ്ങൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ വൈകിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ ഞങ്ങളെ ശശിയാക്കുവോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കറിയാം? കളിപ്പിക്കില്ല എന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നിങ്ങൾ മുൻപ് അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇടപെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നല്ല ഒന്നാന്തരമായിട്ട് ചതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചു വൈകിട്ട് വീണ്ടും ഇന്നലത്തെ പണി തന്നെ ചെയ്താലോ? അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ബഹളമായി. ഒടുവിൽ ടാസ്ക് പരാജയപ്പെട്ടു. അക്ബർ ഇവിടെ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ആദ്യം കഴിഞ്ഞ ടാസ്കിൽ അഭിലാഷിനെ തേച്ചു, അത് ബ്രില്യന്റ് ഗെയിം ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്നലെയും ഇതുപോലൊരു ഗെയിം തന്നെ കളിച്ചു. അക്ബറിന് മാത്രം കോയിൻ കൊടുക്കാതെ ബാക്കിയുള്ളവർക്കൊക്കെ കോയിൻ കൊടുത്തു. അതും ആദിലെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണ് താൻ കോയിൻ കൊടുത്തത്. അപ്പോൾ തന്നെ ടാസ്ക് പൊളിഞ്ഞില്ലേ? കൊടുക്കും, കൃത്യമായി കൊടുക്കും, പക്ഷെ കുറേശ്ശെ കൊടുക്കൂ എന്നുള്ള ടാഗ് ലൈൻ തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ അവർ മൂവ് ചെയ്തത്. പക്ഷെ ഇന്ന് അടപടലം 3G ആയി. എന്തായാലും ടാസ്ക് എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു. കോയിൻ വിതരണം ചെയ്യാൻ പോവുകയാണ്. താൻ പറഞ്ഞ പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്ത ആൾക്കാർക്ക് വാരിക്കോരി കോയിൻ കൊടുത്തു. ഗോൾഡ് കോയിൻ. ആദില, ബിന്നി, ജിഷൻ ഇവരായിരുന്നു ഈ കോയിനുകൾ ഏറ്റുവാങ്ങിയത്. ഇതിനകത്ത് മറ്റൊരു രസകരമായ സംഭവം ഉണ്ടായി. ഈ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം മസ്താനി നൂറക്കിട്ട് അടിച്ചു കൊടുത്തു. തൊഴിൽക്കാർ തമ്മിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു. അവിടെ 2 ഗ്രൂപ്പായി മാറുന്നു. കുറെ ആൾക്കാർ ജോലി എടുക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ സമയത്ത് മസ്താനി അക്ബറുടെ ഗ്രൂപ്പിൽ നിന്നും പതിയെ ചാടി നൂറയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ചേരാം, പക്ഷെ എനിക്ക് ഇപ്പോൾ കോയിൻ കിട്ടണം. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് എനിക്ക് കോയിൻ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുത്തോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നൂറ അവരെ വിശ്വസിച്ചു. അവർക്ക് കുറച്ച് കോയിൻ കൊടുത്തു. ഈ കോയിൻ മസ്താനി വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ സൗകര്യമില്ല, ഞാൻ തൊഴിലാളി നേതാവിന്റെ ഗ്രൂപ്പിലാണ്, ഞാൻ യൂണിയനിൽപ്പെട്ട ആളാണ്, പണിയെടുക്കില്ല എന്ന് പറഞ്ഞ് ഒന്നാന്തരമായി തേച്ചു കൊടുത്തിട്ട് മസ്താനി തിരിച്ചുപോയി. അതിനെ ഒരു ബ്രില്യന്റ് മൂവ് ആയിട്ട് തന്നെ പറയണ്ടേ? ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ ഫാത്തിമയുമായിട്ട് നൂറ സംസാരിക്കുമ്പോൾ പറയുകയാണ്, മസ്താനി ഒരു ഭയങ്കര ചതിവ് കാണിച്ചു. ഒരു ടാസ്ക് അല്ലേ ഇത്? ആ ടാസ്കിനകത്ത് ഒരു എത്തിക്സ് നമ്മൾ കാണിക്കണ്ടേ? പക്ഷേ അവൾ എന്നെ വന്ന് കളിപ്പിച്ചു. ഞാൻ അവളെ വിശ്വസിച്ചു. ഞാൻ അവൾക്ക് കോയിൻ കൊടുത്തു. പക്ഷെ കോയിൻ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ പണിയെടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മടങ്ങി പഴയ ഗ്രൂപ്പിൽ പോയി എന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ്. എന്തൊരു ചെറ്റത്തരമാണിത്! എന്തൊരു ചതിവാണ് ഈ കാണിച്ചിരിക്കുന്നത്! അവൾക്ക് എന്ത് എത്തിക്സ് ആണുള്ളത്? ഇത് തന്നെയായിരുന്നു നൂറ അഭിലാഷിനോട് കഴിഞ്ഞ ടാസ്കിലും ചെയ്തത്. തുടക്കം മുതൽ കൂടെ നിന്ന വ്യക്തിയായിരുന്നു. 3 പേരായിട്ട് പങ്കിട്ടെടുക്കേണ്ട സാധനം 2 പേരിൽ മാത്രം ഒതുക്കി. പ്രധാനപ്പെട്ട 2 പവറുകളും താൻ സ്വന്തമാക്കി വെച്ചു. അഭിലാഷിനെ തേച്ചു. അന്നേരം ഈ എത്തിക്സ് ഇല്ലായിരുന്നല്ലോ. അത് കണ്ടവരെല്ലാവരും പറഞ്ഞത് സൂപ്പർ ഗെയിം എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അതേ നൂറ തന്നെ പറയുകയാണ് മസ്താനി തേച്ചെന്നുള്ളത്. മസ്താനി തേച്ചതല്ല, സൂപ്പർ ഗെയിം ആയിരുന്നു അത്. ഗോൾഡ് കോയിനുകളെല്ലാം വിതരണം ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് ബ്ലാക്ക് കോയിനുകളാണ്. ഈ ബ്ലാക്ക് കോയിനുകൾ ടാസ്ക് തീരുമ്പോൾ ആരുടെ കയ്യിലാണോ കൂടുതലുള്ളത് ആ വ്യക്തി നോമിനേറ്റഡ് ആകും എന്നുള്ളതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത. നൂറയുടെ കയ്യിൽ ബ്ലാക്ക് കോയിനുകൾ 3 എണ്ണമുണ്ട്. അത് ആർക്കൊക്കെ കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞു. നൂറയുടെ കിളി പോയിരിക്കുകയാണ്, കൺട്രോൾ പോയി നിൽക്കുകയാണ്. അതുകൊണ്ട് നൂറ ആദ്യം അക്ബറിനെ വിളിച്ചു. അക്ബറിന് 1 എണ്ണം കൊടുത്തു. അക്ബറിനോട് അവർക്ക് ഭയങ്കര കലിപ്പാണ്, അതുകൊണ്ട് 1 എണ്ണം കൊടുത്തു. പിന്നെ 2 എണ്ണമുണ്ട്. ഈ 2 എണ്ണവും കൂടി അഭിലാഷിനെ വിളിച്ച് അഭിലാഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അഭിലാഷിന് പണി കിട്ടുകയാണ് ഇവിടെ. ഈ 2 എണ്ണത്തിൽ ഒന്ന് വേണമെങ്കിൽ ഷാനവാസിന് കൊടുക്കായിരുന്നു, ഒന്ന് ഒനിലിന് കൊടുക്കാമായിരുന്നു. ലക്ഷ്മി ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ വിട്ടിട്ട് 2 എണ്ണം അഭിലാഷിന് അടിച്ചു കൊടുത്തു. അപ്പോൾ അഭിലാഷ് അടുത്ത ആഴ്ച നോമിനേഷനിൽ വരട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കാം. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്,
കഴിഞ്ഞ ദിവസത്തെ കോയിനുകളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് പിടിച്ചാണ് വിതരണം ചെയ്തത്. ഇച്ചിരിയേ കൊടുക്കുകയുള്ളൂ, പക്ഷെ കൊടുക്കും എന്നുള്ള ആ ടാഗ് ലൈൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പിടിച്ച് താൻ കൊടുത്തു. അവസാനം വന്നപ്പോൾ തന്റെ കയ്യിൽ 2-3 ഗോൾഡ് കോയിൻ ബാക്കിയുണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കുവാൻ ബിഗ് ബോസ് പറഞ്ഞിട്ട് താൻ കൊടുത്തില്ല. എന്നിട്ടോ അത് തനിക്കും കിട്ടിയില്ല. അത് കൊണ്ടുപോയി താൻ സ്റ്റോർ റൂമിൽ വെച്ചു. ആ കൂട്ടത്തിൽ 2-3 ബ്ലാക്ക് കോയിനൂടെ ഉണ്ടായിരുന്നു. ടാസ്കിന്റെ നിയമം അനുസരിച്ച് ഗോൾഡ് കോയിൻ മാത്രമാണ് ആ ദിവസം തീർത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടുകയും അത് അസാധുവാകുകയും ചെയ്യുന്നത്. പക്ഷേ ബ്ലാക്ക് കോയിന്റെ വാലിഡിറ്റി പോവില്ല. അത് എത്ര എണ്ണമാണോ ബാലൻസ് കയ്യിലുണ്ടായിരുന്നത് അത് കൃത്യമായി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നൂറയുടെ കയ്യിൽ 1 അതിലധികമോ ബ്ലാക്ക് കോയിനുകളുണ്ട്. എത്രയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ ഇന്ന് 3 ലഭിച്ചു. അതിൽ 2 അഭിലാഷിന് കൊടുത്തു, 1 അക്ബറിനും കൊടുത്തു. ഇനിയിപ്പോൾ നാളെയും ഗെയിം അവശേഷിക്കുകയാണ്. നാളത്തെ ഗെയിം കഴിയുമ്പോൾ നൂറയുടെ കയ്യിൽ എത്ര ബ്ലാക്ക് കോയിൻ ഉണ്ട് എന്നുള്ളതാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അവിടെ നൂറയുടെ കയ്യിലാണ് കൂടുതലെങ്കിൽ തന്റെ നോമിനേഷൻ പവർ നഷ്ടപ്പെടുകയും താൻ നോമിനേറ്റഡ് ആവുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടിയായിരിക്കും അഭിലാഷിനിട്ട് 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ഗെയിം കഴിയുമ്പോൾ ഒന്നുകൂടി അഭിലാഷിന്റെ തലയിൽ കെട്ടിവെച്ചാൽ, അല്ലെങ്കിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ അഭിലാഷ് വരുന്ന ആഴ്ചയിൽ നോമിനേറ്റഡ് ആവും. അങ്ങനെ വരുമ്പോഴും തന്റെ ഏറ്റവും വലിയ ശത്രുവായ അക്ബർ രക്ഷപ്പെട്ടു പോവുകയാണ്. എന്തായാലും ടാസ്ക് അടുത്ത ദിവസം കൂടി കഴിയുമ്പോഴേ നമുക്ക് ഫൈനൽ കളി എന്തായി എന്ന് തീരുമാനിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇന്ന് ടാസ്ക് പരാജയപ്പെട്ടു, ഇന്നലെ ടാസ്ക് വിജയിച്ചു, 1-1 നിൽക്കുകയാണ്. നാളത്തെ ടാസ്കിൽ ജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ നൂറയെ കാത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നൂറയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ സൂപ്പർ പവറുകൾ സേവ് ചെയ്യപ്പെടുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇന്ന് പ്രശ്നമായി നിൽക്കുന്ന അക്ബറും ടീമും നാളെ ഏത് തരത്തിലുള്ള തന്ത്രമായിരിക്കും പുറത്തെടുക്കുക എന്നുള്ളതാണ് നൂറയുടെ ഭാവി തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.